വിദേശ സർവകലാശാല പ്രഖ്യാപനം ഉൾപ്പെടെ ബജറ്റിലെ സുപ്രധാനമായ നിർദ്ദേശങ്ങളിൽ കൂടിയാലോചന നടക്കാത്തതിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് അതൃപ്തി. സുപ്രധാന നയമാറ്റമായതിനാൽ ചർച്ച വേണം എന്നാണ് വകുപ്പിന്റെ നിലപാട്. അന്താരാഷ്ട്ര കോൺക്ലേവ് നടത്താനുള്ള തീരുമാനവും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് ചുമതല എന്ന തീരുമാനവും ചെയർപേഴ്സണായ മന്ത്രി അറിഞ്ഞില്ല. വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരും. അതിനു മുമ്പ് മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് ആദ്യം. കേന്ദ്ര ഗവൺമെന്റ് വിദേശ സർവകലാശാലകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇടതുപക്ഷത്തിന്റെ നയത്തെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട. SFI ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അത് SFI ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അതിന്റെ ആശങ്കകൾ മുന്നോട്ട് വയ്ക്കുകയും അത് പരിഹരിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് നേടിയെടുക്കുകയും ചെയ്യേണ്ടത് അവരുടെ കർത്തവ്യമാണ്. അത് പരിശോധിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് എന്താണ് ഈ കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസം? വേണു, കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചത് സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകൾ തുടങ്ങും, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തും എന്നുള്ളതായിരുന്നു. ഈ രണ്ട് പ്രഖ്യാപനങ്ങളിലുമാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും അതൃപ്തിയുള്ളത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ഒരു തരത്തിലുള്ള ചർച്ചയും നടത്താതെയാണ് ഈ രണ്ട് സുപ്രധാനമായ കാര്യങ്ങൾ ബജറ്റിൽ ഇടം പിടിച്ചത് എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിദേശ സർവകലാശാല പ്രഖ്യാപനം. ഇക്കാര്യത്തിൽ മന്ത്രിയോട് അഭിപ്രായം തേടേണ്ടതാണ്. മാത്രമല്ല, നയപരമായ കാര്യമായതിനാൽ ഇക്കാര്യത്തിൽ വളരെ വിശദമായ ചർച്ചയും ആവശ്യമാണ്. പക്ഷെ അത്തരത്തിലൊരു ചർച്ചയും ഉണ്ടാകാതെ ഇക്കാര്യം എങ്ങനെ ബജറ്റിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ അസ്വസ്ഥമാക്കുന്നത്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്താനുള്ള തീരുമാനം 4 രാജ്യങ്ങളിൽ മെയ് മാസം മുതൽ അന്താരാഷ്ട്ര കോൺക്ലേവ് നടത്തുന്നതിനും അതിനുശേഷം മെയ് മാസത്തിൽ ഒരു വളരെ വിപുലമായ തരത്തിൽ അന്തർദേശീയ കോൺക്ലേവിന്റെ സമാപനം നടത്തുന്നതിനുമുള്ള ഒരു തീരുമാനമാണ് ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഇതും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിഞ്ഞിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിയാതെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഇതിൽ ഇടപെട്ടു എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നീരസത്തിന് പ്രധാനപ്പെട്ട കാരണം. നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ രാജൻ ഗുരുക്കളും ചെയർമാൻമാരായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിൽ നീരസത്തിലായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ടാണ് ഈ പ്രശ്നം പരിഹരിച്ചതും രാജൻ ഗുരുക്കളെ വീണ്ടും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാനായി നിയമിച്ചതും. ഈ സംഭവം ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്താതെ അത് ബജറ്റിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ അസ്വസ്ഥമാക്കുന്നത്. വേണു, ശരി. വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.